നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിൻ്റെ ഈ ആഴ്ചയിലെ അതിഥി മലയാളികൾ എക്കാലത്ത് ഓർക്കുന്നൊരു വലിയ കലാകുടുംബത്തിലെ ഒരംഗം തന്നെയാണ് പ്രശസ്ത അഭിനേത്രി ശ്രീമതി ശോഭ മോഹൻ. നമസ്തേ ചേച്ചി. നമ്മുടെ വിഷയം മരിക്കാത്ത പ്രണയം. കുറേ അധ്യായങ്ങളിലായിട്ട് നമ്മൾ ഒത്തിരി പേരുമായിട്ട് ഇങ്ങനെ സംവദിച്ചപ്പോൾ ഇങ്ങനെ ചേച്ചിയിലെത്തി നിൽക്കുകയാണ്. ശരിക്കും ചേച്ചിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ആദ്യമായിട്ട് മോഹൻ ചേട്ടനെ കാണുന്നതും ലൈഫിലേക്ക് വരുന്നതൊക്കെ അത് പറയൂ. എൻ്റെ ലൈഫിൽ എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ നേരത്തെ ഒരു റിലേഷനുണ്ട്, ഞാനും ചേട്ടൻ്റെ ഫാമിലിയും തമ്മിൽ. പക്ഷേ ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. അതൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പം നമ്മൾ ചേട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അച്ഛനുമായിട്ടൊക്കെ നല്ല ഫ്രണ്ടായിരുന്നു ചേട്ടൻ്റെ അച്ഛനും. അങ്ങനെ അമ്മയുടെ കുടുംബവും ചേട്ടൻ്റെ അമ്മയുടെ കുടുംബവും തമ്മിലൊരു ബന്ധമുണ്ട്. എന്നിട്ടും ചേട്ടനെ ഞാനുമായിട്ട് തമ്മിൽ കണ്ടിട്ടില്ല. ചേട്ടൻ നമ്മുടെ വീട്ടിൽ വരാൻ സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ KPSൽ അഭിനയിക്കുമ്പോൾ ചേട്ടൻ ഇവിടുത്തെ ആർട്ടിസ്റ്റായിരുന്നു. ഞാൻ ചെല്ലുമ്പോഴേ ചേട്ടൻ ഇവിടുത്തെ ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ചെന്ന ആദ്യത്തെ ദിവസം അപ്പം നാടകത്തിലെ ഹീറോ വരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഞാനപ്പോൾ ലേഡീസിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഒരു ബുള്ളറ്റിൽ വന്നിറങ്ങി. ആദ്യം ഞാൻ ചേട്ടനെ കാണുന്ന ലുക്ക് അതാ. ബുള്ളറ്റിൽ ഇങ്ങനൊരു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇപ്പോൾ ഒരു വൈറ്റിനകത്ത് റെഡ് ലൈനുള്ള ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് മുറുക്കി ചുമന്ന ആ ഒരു ബുള്ളറ്റിൽ വന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഹീറോ വരാൻ വേണ്ടിയിട്ട്. നമ്മളെന്തോ നാടകത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതില്ല. അപ്പോൾ ഞാനപ്പോൾ റിഹേഴ്സൽ ക്യാമ്പിൽ പങ്കെടുത്തിട്ടില്ല. ഞാൻ പെട്ടെന്ന് അതിനകത്ത് ജോയിൻ ചെയ്യുമായിരുന്നു KPSൽ. അപ്പോൾ തലേന്ന് തന്നെ തോപ്പിൽ ഭാസ്യം വിളിച്ച് ക്യാരക്ടറും ഒക്കെ പറഞ്ഞു തന്ന് അങ്ങനെ എടുത്തിട്ട് പിറ്റേന്ന് സ്റ്റേജിൽ കളിക്കുമ്പോൾ അപ്പോൾ ഹീറോയും ഞാനുമായിട്ടൊന്നും അഭിനയിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ വന്നപ്പോഴാദ്യം ഞാൻ നമ്മുടെ റൂമിൽ നിന്ന് ജനലിലെ കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഹീറോയിനെ കണ്ടു, അത്രയേ ഉള്ളൂ. അങ്ങനെ അന്ന് നാടകം സ്റ്റേജിൽ ചെന്നതിന് ശേഷമാണ് അതിനെക്കുറിച്ച് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകമായിരുന്നു. അതിനകത്തെ സുമം ഞാനും ചേട്ടൻ ഗോപാലനുമായിരുന്നു അതിനകത്ത്. അപ്പോൾ അതിൻ്റെ പൊന്നരിവാളമ്പിളി എന്നുള്ള ആ പാട്ടും അങ്ങനെ. അപ്പോൾ അതിൻ്റെ സ്റ്റേജ് നാടക സ്ഥലത്ത് ചെന്നതിന് ശേഷം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ആദ്യം സ്റ്റേജ് ചെയ്യുന്നു. അങ്ങനെ 1-2 നാടകം കഴിഞ്ഞു. എന്നിട്ട് തിരുവല്ല ഒരു പള്ളി നാടകമുണ്ട് നമുക്ക്. അങ്ങനെ ഒരു നാടകത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇപ്പം ആണുങ്ങളൊക്കെ പുറത്തിറങ്ങി, ഞങ്ങൾ ലേഡീസെല്ലാം ഇങ്ങനെ വണ്ടി തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നിറങ്ങി വരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇറങ്ങിച്ചെന്നു. അപ്പോൾ ഇറങ്ങിച്ചെന്നിട്ട് എന്നോട് ചോദിച്ചു, പെട്ടെന്ന് എന്നോട് ചോദിച്ചു ആദ്യത്തെ ചെയ്ത എൻഗേജ്മെൻറ്റ് വല്ലതും ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ടല്ല ശരാ എന്താ വിളിച്ചത് എന്നാൽ നമുക്കൊരു ദേഷ്യം തോന്നിയില്ല. അതെന്തോ ഒരു സാധാരണ അങ്ങനെ ഒരാൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു റിയാക്ട് ചെയ്യാൻ തോന്നും. അപ്പോൾ ഒന്നും മിണ്ടില്ല. അല്ല, എനിക്ക് ഇതിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്, അത് എൻഗേജ്മെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ആയിട്ടില്ല, ശരി പോയിരുന്നോളാൻ പറഞ്ഞു, നേരെ ഡയറക്റ്റായിട്ട്. എന്നാൽ പെട്ടെന്ന് നമുക്കൊരു ദേഷ്യം തോന്നിയതുമില്ല. എന്താ അപ്പോൾ എന്നിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ പോയിരിക്കുകയും ചെയ്തു. പിന്നെ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ചേട്ടൻ ഞാൻ തോപ്പിൽ ഭാസ്യം അവനോട് പറഞ്ഞ് തിക്കുറിശി മാമന്, തോപ്പിൽ ഭാസ്യം അവന്, ചേട്ടൻ്റെ അനിയൻ, അമ്മ, അച്ഛൻ ഇവരെല്ലാം കൂടെയാണ് അച്ഛനുമായിട്ട് വന്ന് കല്യാണം ആലോചിക്കുന്നത്. അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ഒരു ലുക്കിൽ തന്നെ നമുക്ക് എന്തോ മാനസികമായിട്ടൊരു അടുപ്പം തോന്നി. മനസ്സിലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. എന്നായിരുന്നു വിവാഹം? ഏത് വർഷം? എൻ്റെ 84 നവംബർ 5-നായിരുന്നു. എത്ര വർഷമാണ് ചേച്ചി ഒരു ജീവിതം ഇതുവരെയുള്ള അദ്ദേഹത്തെ കേട്ടപ്പം പിരിയുന്നവരെ എത്ര വർഷത്തായിരുന്നു? 27 വർഷം. 27 വർഷത്തെ ജീവിതം. അത് ഏറ്റവും ചെറിയ സമയമാണെന്ന് എനിക്ക് തോന്നിപ്പോകുകയെന്ന് വെച്ചാൽ അതുപോലായിരുന്നു. ഒരു ദിവസം പോലും ഈ 27 വർഷത്തിൽ ഞാൻ പ്രസവിച്ച് കിടന്ന ഒരാഴ്ച മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിലൊന്ന് അകന്നിരുന്നിട്ടുള്ളത്. ബാക്കി എല്ലാ ദിവസവും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ 27 വർഷത്തിലെ ജീവിതത്തിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഓർത്തെടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒറ്റ അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. എന്നാലും ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ പ്രണയത്തിൽ നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ടു പോയി. എനിക്കറിയാം പഠിക്കുന്ന കാലത്തൊക്കെ അദ്ദേഹം കോളേജിൽ വളരെ ഹീറോ തന്നെയായിരുന്നു, എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞു ജീവിതത്തിൽ എങ്ങനെയായിരുന്നു നമ്മുടെ, അതാണല്ലോ ഒരു സിൻസിയറിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ? ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ചേട്ടൻ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളായിരുന്നു. വീട്ടിൽ വരില്ല, ലോകത്ത് മൊത്തം കറങ്ങി നടക്കുന്ന, ചുറ്റിയടിച്ച് നടക്കുന്ന, അടിച്ചു പൊളിച്ച് കിടക്കുന്ന ഒരാളായിരുന്നു.
പക്ഷെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഒരു വർഷം എങ്ങോട്ടും പോയില്ല ചേട്ടൻ. വീട്ടിൽ തന്നെ നമ്മളൊരു നാടകത്തിനോ, അന്ന് എൻ്റെ കല്യാണം കഴിച്ച സമയത്ത് നാടക നടനായിട്ട് സിനിമയിൽ പോയിട്ട് തിരിച്ച് നാടകത്തിൽ വന്ന ആളാണ്. അപ്പോൾ സിനിമയിൽ അത്ര സക്സസ് ആയില്ല, പല ബുദ്ധിമുട്ടുകളും. ചേട്ടന് പിന്നെ അങ്ങനെ ഒരു മൈൻഡാണ്, നമ്മൾ ഒരാളെ ഒന്ന് താഴ്ത്തിക്കെട്ടി അങ്ങനെ പോലെ സിൻസിയർ ആള്. അതിൻ്റെ ഒരു ദോഷം ചേട്ടനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ നാടകത്തിൽ തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു വർഷം നാടകത്തിന് പോലും പോവാതെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ലൈഫ് ചേട്ടൻ പഠിച്ചെടുക്കുമായിരുന്നു എന്നോട് പറയും. അങ്ങനെ ഇരുന്നിട്ടില്ല പുള്ളി വീട്ടിൽ, അങ്ങനെയുള്ള ഒരു പിടിച്ചേട്ടി ഇരുന്നിട്ട് സ്വഭാവമേ അല്ല. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു വർഷം ഞങ്ങൾ എങ്ങും പോയിട്ടില്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തന്നെ സ്വന്തം ട്രൂപ്പ് തുടങ്ങി. അപ്പോൾ അത്രയും ലൈഫിന് വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ മാത്രമായിരുന്നു. അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് എന്നൊക്കെ നിലകളിൽ തന്നെ അതേപോലെ തന്നെ ഒരുപാട് തീർച്ചയായും നമ്മുടെ അതാണല്ലോ ലൈഫ്. ശരിക്കും എല്ലാവരും പറയും പ്രണയിക്കുന്ന ഇഷ്ടപ്പെടുന്ന കാലത്തുള്ളതല്ല ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാകും. ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ അവരിൽ ചേച്ചിയുടെ കാഴ്ചപ്പാടില്ല, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ യങ്സ്റ്റേഴ്സിലൊക്കെ പ്രണയം എന്നൊക്കെ പറയുന്നുണ്ട്, പല വിവാഹം കഴിക്കുന്നുണ്ട്. ശരിക്കും ഇത് റിയൽ പ്രണയമാണോ എന്നൊരു സംശയം തന്നെ നമുക്ക് തോന്നാറുണ്ട്. പറയുന്നുണ്ട് എല്ലാവരും അവരുടെ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നത്. ശരിക്കും നമ്മൾ ജീവിതത്തിൽ ഒരാളെ ക്ഷണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരാളോടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ ഇഷ്ടം എങ്ങനെ ആയിരിക്കണമെന്നാണ് ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാടല്ലേ? നമ്മളിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പ്രണയിച്ചു തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പ്രണയം എന്നൊരു ചിന്തയില്ലായിരുന്നു. അന്ന് ചേട്ടൻ ആ നിമിഷം മുതൽ എന്നെ പ്രണയിച്ചു തുടങ്ങി കാണും. അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് ഏതോ ഒരു ദിവസം ചേട്ടൻ ഏതോ ഒരു യാത്രയിൽ കൊട്ടാരക്കര എവിടെയോ വെച്ച് എന്നെ കണ്ടു എന്നുമില്ല. അപ്പം ഞാൻ എന്തോ ഒന്നും അറിയില്ല പുള്ളിക്ക്. അപ്പോൾ ഏതോ ബസ്സിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്നെ കണ്ടു. അന്ന് ചേട്ടൻ്റെ മനസ്സിൽ എന്തോ തോന്നിയതാണ്, ഇവളെൻ്റെ ഭാര്യയാണെന്ന് അന്ന് ചേട്ടന് തോന്നി. പിന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള സംഭവം പിന്നെ അതങ്ങ് വിട്ടു. അപ്പോൾ അന്ന് ആ ഒരു സ്പോട്ടിൽ ചേട്ടൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു ഇവളായിരിക്കും എൻ്റെ ജീവിതത്തിൽ വരുന്നത്. എന്നിട്ട് ചേട്ടൻ അതങ്ങ് വിട്ടു. പിന്നെ ഞാൻ എന്തുവാന്നും അറിയില്ല, എങ്ങനെ അറിയില്ല. അപ്പോൾ കോളേജിൽ ഫാത്തിമ കോളേജിലാണ് ചേട്ടൻ പഠിച്ചത്. അപ്പോൾ അച്ഛനെ അവിടുത്തെ ഫംഗ്ഷന് വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു, വരാൻ വേണ്ടിയിട്ട് എന്തോ ഇറങ്ങാൻ നേരത്തും ചേട്ടന് വരാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ പകരം ആളിനെ വിട്ടാണ് അച്ഛനെ വിളിപ്പിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ തമ്മിൽ കാണാനൊരു ഇടയിൽ വന്നിട്ടില്ല. അങ്ങനെ KPC ചെത്തുമ്പോഴാണ് അപ്പോൾ പെട്ടെന്ന് ചേട്ടന് സ്ട്രൈക്ക് ചെയ്തു, അന്ന് ഞാൻ കണ്ട കുട്ടിയാണല്ലോ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വന്നൊരു സംഭവം. അപ്പം അത് കല്യാണം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കൂടുതലും ഞാൻ ചിന്തിക്കുന്നത് ഒരു വിധിയാണ് അല്ലേ, അതൊക്കെ ഈശ്വര നിശ്ചയമാണെന്ന്. ചേച്ചി കുറച്ച് പറഞ്ഞ 27 വർഷം ചെറിയ സ്പാൻ, നമുക്ക് സ്നേഹമുള്ളിടത്ത് അങ്ങനെ ഒരു കാര്യം തോന്നിയേക്കാം. പക്ഷേ നമുക്ക് എത്ര ആൾക്കാരുണ്ട് ലൈഫിൽ 5 വർഷമോ 10 വർഷമൊക്കെ തന്നെ അങ്ങനെ വെച്ച് നോക്കും. നമുക്ക് നമ്മുടെ ഒരു വലിയൊരു തലമുറ കുട്ടികളൊക്കെ വന്ന് അങ്ങനെയൊക്കെ നോക്കുമ്പം ശരിയാ. ഞാൻ അങ്ങനൊരു ദുഃഖം എനിക്ക് ഈശ്വരൻ ചേട്ടൻ്റെ ഭാഗത്തു നിന്നായാലും മക്കളൊക്കെ ഇതായി, ഇനിയിപ്പോൾ അവർ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഇതൊക്കെ അതൊക്കെ ഓർക്കുമ്പം അതിലൊന്നും എനിക്കൊരു, പക്ഷേ ഈ ആളില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടും ആ സങ്കടം അതോർത്താൽ വല്ലാത്തൊരു സങ്കടം. നീർമിഴി തോർന്നീല ജീവിത വസന്തത്തിൽ വിരിഞ്ഞ ഓർമ്മപ്പൂക്കളാകുന്ന ചിത്രങ്ങളിലേക്ക് വീണ്ടും. ഞാൻ ചോദിക്കട്ടെ, ഈ ശൂന്യതയില്ല, ഇപ്പം നമുക്ക് ആളിൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ല, നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആ സാന്നിധ്യം ഇല്ലാതിരിക്കുമ്പോഴും പലരും പല രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എങ്ങനെയാണ് ആ ശൂന്യതയിൽ ഒരു സ്നേഹം എങ്ങനെ നമുക്ക് നിലനിർത്താൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്? എന്നെ സംബന്ധിച്ച് ഞാൻ ഈ 27 വർഷം ചേട്ടൻ്റെ പുറേ നടന്ന് ജീവിച്ച ഒരു സാധാരണ ഒരു സ്ത്രീയെ പോലെ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ലൈഫ് എന്നെപ്പോലെ ആരും കാണില്ല എന്ന് എനിക്ക് തന്നെ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. ഏത് കാര്യത്തിൽ ഞാൻ ചേട്ടൻ എനിക്ക് അതുപോലെ എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ചേട്ടൻ വേറൊരു ഉദ്യോഗം അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്നുകൊണ്ട് ചേട്ടൻ അഭിനയിക്കാൻ പോവാം, ഇങ്ങനെ ഒരു രീതി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങോട്ട് നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങൾ നമുക്ക് കൂടും. ഇതതില്ല. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ ഒരു സ്ലൈഡ് പോലും ഞാനായിട്ട് പോയി വാങ്ങിച്ചിട്ടില്ല. എനിക്ക് എല്ലാം തന്നെ വാങ്ങിച്ചുകൊണ്ട് തരികയും ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഇന്ന് വരെ എനിക്ക് ചോദിക്കേണ്ടി വന്നിട്ട് എല്ലാം കൊണ്ട് അങ്ങനെ ഒരു ജീവിതമായിരുന്നു എൻ്റെ. അത് ആർക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മക്കളുടെ കാര്യമായാലും പിന്നെ ആമക്കളായതുകൊണ്ട്
നമുക്ക് അങ്ങനെ ഒരു ഫ്രീ ആയിരുന്നു. പെൺകുട്ടികളാകുമ്പോൾ നമുക്ക് ഇത്തോടെ വീട്ടിൽ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ കുഞ്ഞായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ ജീവിച്ചു വന്നു. പെട്ടെന്ന് അപ്പം നമുക്ക് ആ ഒരു ഇത് ആൾ പോയപ്പം സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. നമ്മൾ എന്തോ ചെയ്യുമെന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക്. മക്കൾ വലുതായി, അവരുടെ എനിക്ക് 2 ആൺമക്കൾ, ആ ബുദ്ധിമുട്ടൊന്നുമല്ല. എന്നാലും ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, എന്താ എനിക്ക് പറ്റുന്നത്. ഒരു സിനിമയിലായാലും ഞാൻ പോയി ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഞാൻ അഭിനയിക്കുന്നു സത്യം, ബാക്കി എല്ലാം ഡീൽ ചെയ്യുന്നത് ചേട്ടനാണ്. സത്യം പറഞ്ഞാൽ പല പടത്തിലെയും പ്രൊഡ്യൂസറെയും എനിക്ക് ക്യാമറാമാനെയും ഡയറക്ടറെയും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ സത്യത്തിൽ. അവരുമായിട്ടേ ഉള്ളൂ എനിക്ക്, ബാക്കിയെല്ലാം ചേട്ടൻ തന്നെ ഡീൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു ഞാൻ ജീവിച്ചു വന്നത്. അങ്ങനെ പെട്ടെന്ന് എനിക്ക് പോയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ പക്ഷേ എനിക്ക് എൻ്റെ കൂടെ ഉണ്ട്, എല്ലാ ശക്തിയും എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യം നടന്ന ഇപ്പോഴാണ് മോൻ്റെ കല്യാണം. പക്ഷേ അത് ഞാൻ എങ്ങനെ നടത്തിയെന്ന് ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ആ ചേട്ടൻ്റെ ശക്തി തന്നെയാണ് അതിന് കൊണ്ടുപോയത്. അത് അങ്ങനെ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ചേച്ചി പറഞ്ഞ ഈ ഷർട്ടിൻ്റെ കാര്യം എനിക്ക് വളരെ തിരിച്ച് ഷർട്ട് വരെ എടുത്ത് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാലാണ് നമ്മുടെ കുറേ ആൾക്കാരുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തിരിച്ച് ഇങ്ങോട്ട് എല്ലാവരും സാധനങ്ങൾ വരെ കൊണ്ടുതരുന്ന ഒരു കെയറല്ലേ. അപ്പോൾ ആ ഒരു തണലിൽ നിൽക്കുമ്പോഴേ നമ്മൾ സ്വാഭാവികമായിട്ടുണ്ടാവും നമുക്ക് ഒരു തണൽ, നമുക്കൊരു വൻമരം പോലെ ഒരാൾ പെട്ടെന്ന് നമ്മളൊരു ദിവസം ഇനി മുതൽ നമ്മുടെ ലൈഫിൽ ഇല്ല എന്ന് അറിയുന്നൊരു മൊമെന്റ് ലൈഫിലുണ്ട് നമ്മുടെ കയ്യിൽ. അതാ ഒരു മൊമെന്റിൽ തന്നെ സംഭവിച്ച സംഭവമായിരുന്നു. അല്ല നമുക്ക് അങ്ങനെ ഒരു ചിന്തവോ അല്ലെങ്കിൽ നമുക്ക് ചില അസുഖമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊന്നുമില്ല, അതൊരു മൊമെന്റിൽ സംഭവിച്ച സംഭവമാണ്. ഞാൻ ചോദിക്കുന്ന ആ ഒരു അവസ്ഥ ചേച്ചി എങ്ങനെയാണ് അത് ഉൾക്കൊണ്ടതും എങ്ങനെയാണ് അതിലേക്ക് പുറത്തേക്ക് വന്നത് ഗ്രാജുവലി? അതൊക്കെ ഉൾക്കൊണ്ടെന്ന് പറഞ്ഞാൽ അത് കാലം മായ്ക്കാത്ത ഒന്നുമില്ലെന്ന് പറയുന്നത് അവിടെയാണ്. അസുഖമായി കിടക്കുന്നൊക്കെ നമുക്ക് അറിയാം. ചിലപ്പോൾ എന്തെങ്കിലും സാധാരണ ട്രീറ്റ്മെന്റ് ഇത് അവിചാരിതമായാണ് പറഞ്ഞത്, ജീവിതത്തിലേക്ക് വന്നതുപോലെ തന്നെയാണ് അവിചാരിതമായി പെട്ടെന്ന്. ഞാൻ ചോദിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ വിയോഗം നമ്മുടെ വന്നത് എങ്ങനെയാണ് അത് ചേച്ചിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചത്? ഞാൻ ചോദിക്കുന്നത് മനസ്സിൽ പെട്ടെന്ന് തന്നെ ചേട്ടന് മോൻ്റെ ഇളയ മോൻ്റെ പടം ഒരു ഓർമ്മക്കൂട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു അന്ന് രാവിലെ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ മൂത്ത ചേച്ചി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ലേക്ക് ഷോറിലായിരുന്നു. എന്നിട്ട് ചേച്ചി ഇവിടെ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരാഴ്ചത്തേക്ക് റെസ്റ്റ് വേണമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്ന് താമസിച്ചിട്ട് തിരിച്ച് ചേച്ചി തിരുവനന്തപുരത്ത് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. അപ്പോൾ ചേട്ടന് ഒരു പനിയുടെ ലക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരാഴ്ച മുമ്പ് എനിക്ക് പനിയായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ ഹോസ്പിറ്റലിൽ ചേട്ടനെ കൊണ്ടുപോയി കാണിച്ച് മരുന്നുകളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് സാധാരണ ഒരു പനി, അത് അപ്പോൾ ചേട്ടന് പനിയായി. അപ്പോൾ എൻ്റെ ആൻറ്റിബയോട്ടിക് തന്നെ ചേട്ടന് കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ അപ്പോൾ എനിക്ക് ആ കൂടെ തലവേദനയും എനിക്ക് ഷുഗർ ലോ ഉണ്ട്, കൂടെ തലവേദനയൊക്കെ എനിക്കാണ് വരുന്നത്. അപ്പോൾ എന്നെ വഴക്കുറയും വെള്ളം കുടിക്കണം ധാരാളം, നീ വെള്ളം കുടിക്കത്തില്ല അതായത് അങ്ങനെ ഒരു തലവേദന പോലും ചേട്ടന് വന്നതായിട്ട് നമുക്കറിയില്ല. അങ്ങനെ വന്ന പനി വന്ന് കാഷ്വൽ പനി അത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ചേച്ചിയെ കൊണ്ടുവിടാനായിട്ട് അപ്പോൾ ചേട്ടന് യാത്ര ചെയ്യാനൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ എന്നെയും വിനുക്കുട്ടനെയും കൂടെ വിട്ടു തിരുവനന്തപുരത്ത് ചേച്ചിയെ കൊണ്ടുവിട്ടേച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ പനിയല്ല, ഞാൻ പോകുന്നില്ല, ഞാനിവിടെ ഇല്ല നീ പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മോനും കൂടെ പോയി ചേച്ചിയെ കൊണ്ടുവിട്ടേച്ച് അപ്പോൾ തിരിച്ച് നമ്മുടെ കൊട്ടാരക്കര ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതിൻ്റെ തലേന്നാണ് കല്യാണം. അപ്പോൾ കല്യാണത്തിന് പോകണ്ട, നീ വരുന്ന വഴിക്ക് ആ വീട്ടിലൂടെ ഒന്ന് കയറി വെച്ച് പോരെന്നും പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടിയതും. അങ്ങനെ ഞാനും മോനും കൂടെ പോയി ചേച്ചിയെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് കൊട്ടാരക്കര വീട്ടിൽ വന്ന് അവിടെ രാത്രി കിടന്നിട്ട് പിറ്റേന്ന് കല്യാണത്തിൻ്റെ ഫംഗ്ഷന് അവരുടെ കല്യാണം അതും കഴിഞ്ഞിട്ടാണ്. എന്നാലും ആ വീട്ടിൽ വന്ന് കയറിയിട്ട് തിരിച്ച് അപ്പോൾ അന്ന് രാവിലെ ആയിരുന്നു ഇവൻ്റെ പ്രിവ്യൂ. അവർ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞതാണ് മനോജ്. അപ്പോൾ ഞാൻ കൊട്ടാരക്കര. അപ്പോൾ രാത്രി എന്നെ വിളിച്ച് പറഞ്ഞു നാളെ മോൻ്റെ പ്രിവ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, ഞാൻ ഇന്നായിപ്പോയല്ലോ ഏട്ടാ. സാരമില്ല, അപ്പോൾ റിലീസാവുമല്ലോ. അപ്പോൾ ഞാൻ പോയി ഒന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ 7:30 ആകുമ്പോൾ മോനും കൊച്ചുമോനും അച്ഛനും അവരെല്ലാം കൂടെ പോയി പ്രിവ്യൂ കണ്ടു. ഉച്ചയ്ക്ക് അവരെല്ലാം കൂടെ ഊണ് കഴിച്ചു. അത് ഞാൻ വന്നപ്പോൾ രാത്രിയായി. അപ്പോൾ വൈകുന്നേരത്തെ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ അതിനും പോയിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പോഴേ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ തൃപ്പൂണിത്തുറയാണ് താമസിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആങ്കിൾ ഇവിടെ ചേട്ടൻ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഉച്ചയ്ക്ക് ഇതൊക്കെ കണ്ട് ഇവരെല്ലാം കൂടെ പ്രിവ്യൂ കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ വന്ന് ഇവിടെ ഇരുന്ന് കുറേ നേരമൊക്കെ സംസാരിച്ചു. അങ്ങനെ ചേട്ടനോട് മോൻ്റെ വിനുവിൻ്റെ കല്യാണത്തെക്കുറിച്ചാണ് ചേട്ടൻ സംസാരിച്ചെന്ന് പിന്നെ പറഞ്ഞു. ചേട്ടൻ്റെ ഫ്രണ്ട് രാജേന്ദ്ര ചേട്ടനോട് അങ്ങനെ കുറേ കല്യാണക്കാരിയൊക്കെ മോൻ്റെ കല്യാണക്കാരിയൊക്കെ സംസാരിച്ചിട്ട് വൈകുന്നേരം തിരിച്ചങ്ങ് പോയി. അപ്പോൾ ഇല്ല ഞാനപ്പോൾ 4 മണിക്ക് ഇറങ്ങാൻ പോയപ്പോൾ ഞാൻ വിളിച്ചു, ഞാൻ വരുന്നുണ്ട് ചേട്ടൻ. അപ്പോൾ ആലപ്പുഴ വന്ന് ഒരുപാട് ബ്ലോക്കായി, എൻ്റെ വണ്ടി തിരി വരാൻ പറ്റി. അപ്പോൾ എന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചു, ഇത്ര ലേറ്റാവുന്നത് എന്താ നീ? ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു എനിക്ക് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി, എന്നിട്ട് നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകാം. അങ്ങനെ ഞാനും മോനൂടെ നേരെ ഈ ഫ്ലാറ്റിൽ വന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ നമ്മൾ താമസിക്കുന്നിടത്ത് തൃപ്പൂണിത്തുറ പോയപ്പോൾ ഒരു 10 മണിയായി വീട്ടിൽ ചെന്ന്. അങ്ങനെ ചെന്നപ്പോൾ ഇവിടുന്ന് ചേച്ചിയുടെ ചേട്ടൻ ചപ്പാത്തിയോ
ചേച്ചി ഉണ്ടാക്കി കൊടുത്തു, അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അപ്പം ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഞാനില്ലാതെ കഴിക്കുകയില്ല. അങ്ങനെ അന്നെന്തോ ഇവിടുന്ന് ചേച്ചി അത്ര ഒരു ഇതായതുകൊണ്ട് കഴിച്ചു. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞ് നീ കിടന്ന്. അപ്പം ഞാൻ അവിടെ ചെന്ന് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ കുറച്ച് ഉണ്ണിയപ്പമൊക്കെ വാർപ്പിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് ഇങ്ങോട്ട്. അപ്പോൾ ചേട്ടന് ഷുഗറുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഉണ്ണി മധുരം അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ അത് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തില്ല, പുള്ളിക്ക് കൊണ്ടുവച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞ് നീ അതിനകത്ത് പഞ്ചസാരയെല്ലാം മാറ്റിയിട്ട് ഒരെണ്ണം എടുത്തോട്ടെ. അങ്ങനെയാണ് പിന്നെ പഞ്ചസാരയൊക്കെ തട്ടി തൂത്തിട്ട് കൊണ്ടു കൊടുത്തു. അതിലൊരെണ്ണം കഴിച്ചിട്ട് ചേട്ടൻ റൂമിലോട്ട് പോയി. എന്നിട്ട് ഞാൻ പോയി ആഹാരമൊക്കെ കഴിച്ച് എല്ലാം ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി വന്ന് കിടന്നപ്പം കിടക്കുന്നു പുള്ളി. അപ്പോൾ തലവേദന എടുക്കുന്നു, ഒരു ചെറിയ തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിക്സ് എടുത്ത് പുരട്ടി കൊടുത്തു. എന്നാൽ നമുക്ക് വലിയൊരു ഇതായിട്ട് തോന്നിയതുമില്ല. വിക്സുമൊക്കെ എടുത്ത് പുരട്ടി കൊടുത്ത് അങ്ങനെ കിടന്നു. എന്നിട്ട് അപ്പം കട്ടിലയിൽ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തെന്ന് അപ്പോൾ ഒരു ബെഡ് എടുത്ത് താഴോട്ട് ഇട്ടിട്ട് ഞാൻ താഴെ കിടന്നു, ഫ്രീ ആയിട്ട് കിടന്നോട്ടെ പനിയായിട്ട് വിളിച്ചിട്ട്. അങ്ങനെ കിടന്നൊരിപ്പം എഴുന്നേറ്റപ്പം ബാത്റൂമിൽ പോകാനാണ്. അപ്പം ഞാനിങ്ങനെ താഴെ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ടോർച്ചടിച്ച് കൊടുത്തു. എന്നിട്ട് ബാത്റൂമിൽ ചേട്ടൻ പോയിട്ട് ബാത്റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ വന്നിട്ട് അങ്ങ് ഇരിക്കുകയായിരുന്നു പുള്ളി അങ്ങ് താഴോട്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു അതുവരെ നമുക്ക് ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല. പെട്ടെന്ന് ഞാൻ എണ്ണിച്ചു, പറഞ്ഞ ഒരു 10 മിനിറ്റത്തെ സംഭവം ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ചേട്ടന് എണ്ണിക്കാൻ വയ്യാതെ പിന്നെ ഞാൻ താഴെ തന്നെ ബെഡ് ഇട്ടുകൊണ്ട് ആ ബെഡിലോട്ട് ഞാൻ പിടിച്ച് കട്ടിൽ എടുത്തെടുത്താൻ പറ്റാത്ത അവസ്ഥയെ കട്ടിലേക്ക് കിടത്തി. പിന്നെ മക്കളുണ്ടോ അപ്പോൾ അപ്പുറത്തെ മുറിയിരുന്ന് അവരില്ല, അപ്പം അതും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വൊമിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ മക്കളെ വിളിച്ചു ഹോസ്പിറ്റലിൽ പോകാമെന്നുള്ള രീതി. അപ്പം പറഞ്ഞു വേണ്ട ഒന്നും വന്നിട്ടും അത് പറയാം, രാവിലെ ആവട്ടെ പോയാൽ അത് ഇത്ര സമയമല്ലേ പോകണ്ട. എല്ലാം കൂടെ ഞാൻ പറഞ്ഞില്ല, ഒരു 10 മിനിറ്റത്തെ സംഭവം ഉണ്ടായിരുന്നുള്ളൂ. ഞാനെടുത്തു എൻ്റെ കയ്യിൽ വെച്ചു, അപ്പോഴേ ജീവൻ പോയതാണ്. പിന്നെ മക്കൾ എളുപ്പം വന്ന് എടുത്തല്ലോ എക്ഷോർ ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ട് ആ ബോധം പിന്നെ തെളിഞ്ഞില്ല ഏട്ടന്. ഇത്രയതാ അങ്ങനെ വന്ന പോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. വിചാരിതമായ ജീവിതത്തിലേക്ക് വന്നല്ലേ ഒരു ദിവസം വിചാരിതമായി. അല്ല, വേർപാടെന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളതാണ്. നമ്മൾ തിരിഞ്ഞു നേരത്തെ പറഞ്ഞു എനിക്കൊന്നും ചെയ്യണമെന്ന് എന്തോ ഞാനൊന്നും ബ്ലാങ്ക് ആയിരുന്നു സത്യത്തിൽ. പിന്നെ എങ്ങനെയോ അതാ ഞാൻ പറഞ്ഞ കാലം വായിക്കാത്ത മുറിവില്ലെന്ന് പറയുന്നത് ഇവിടെയൊക്കെ നമ്മൾ ഓർത്തു പോകുന്നത്. തീർച്ചയായിട്ടും സ്നേഹം നമ്മൾ എന്നും മനസ്സ് സൂക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. നമ്മുടെ വിഷയം പറയുന്നതാണ് പ്രണയം ഒരിക്കലും മരിക്കുന്നില്ല എന്നുള്ളതാണ്. വ്യക്തികൾ ഇവിടുന്ന് കടന്നു പോയാലും അതിനൊരു എപ്പോഴും ഉണ്ടാകുന്ന ഒരു ശാശ്വതമായുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇന്ന തലമുറയ്ക്കും കൂടെ അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം ഒരാളോടുള്ള സ്നേഹത്തിനോടുള്ളൊരു വിശ്വാസ്യതയും നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്നാണ് ഇന്നത്തെ തലമുറയോട് പറയാനുള്ളത്? അതൊരു സിൻസിയർ ഇഷ്ടമായിരിക്കണം, അല്ല ഒരു പ്രകടനം, അതൊരു പരസ്പര വിശ്വാസം. ഒരു ദാമ്പത്യത്തിൻ്റെ ഏറ്റവും നല്ലത് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്, പരസ്പര വിശ്വാസമായിട്ട്. പിന്നെ നമുക്ക് പല വിട്ടുവീഴ്ചകൾ നമുക്ക് ചെയ്യേണ്ടി വരും അല്ലേ. ഇപ്പം എനിക്ക് കിട്ടിയുള്ളൊരു ലൈഫ് എൻ്റെ മക്കൾക്ക് പോലും കിട്ടണമെന്നില്ല. എന്നുവെച്ചാൽ അത് എൻ്റെ ലൈഫിലൊരു പ്രത്യേകതയായിരുന്നു. അതെനിക്ക് എവിടെയും ഞാൻ ഫ്രാങ്കായിട്ട് തന്നെ പറയും, അതിൽ ഒരു കളം ഇതുമില്ല. പക്ഷെ അതുപോലെ എൻ്റെ മക്കൾക്ക് പോലും ചിലപ്പോൾ അതുപോലെ കിട്ടണമെന്നില്ല. എന്നാലും പരസ്പരം നമ്മളെ വിശ്വാസവും പല വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തയ്യാറാവണമല്ലേ. അതാ പരസ്പരം സ്നേഹിക്കുക, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. അവിടെ ഒരു കളങ്കമില്ലാത്തൊരു സ്നേഹം വേണം ദാമ്പത്യത്തിൽ. അവിടെ ഈ പറഞ്ഞ പോലെ ഉപാധികളൊന്നും ഇല്ലാത്തൊരു ഒന്നുമില്ല. അവിടെ യഥാർത്ഥ പ്രണയത്തിന് ഉപാധികളൊന്നും ഇല്ലല്ലോ. തീർച്ചയായിട്ടും അതുള്ളിൽ നിന്ന് വരുന്ന പ്രണയം തന്നെ. അപ്പം നമ്മുടെ വിഷയം ആവശ്യപ്പെടുന്ന പോലെ പ്രണയം മരിക്കുന്നില്ല എന്ന് പറയുന്നു. നമുക്ക് പല സങ്കല്പങ്ങളുണ്ട് ജീവിതത്തിൽ. നമ്മൾ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ജീവിക്കാം, അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയാറ്. ഞാൻ ചേച്ചിയുടെ ഒരു വിഷനിൽ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഒരു ഏകാന്തതയിലൊക്കെ നമ്മളിങ്ങനെ ഓർക്കുമല്ലോ, എത്ര തിരക്കിനിടയിലാണ് നമ്മൾ ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയുന്ന അവസ്ഥ വരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കഴിയുമ്പോഴും നമുക്ക് നമ്മൾ ഈ സ്നേഹം നമ്മളിങ്ങനെ ഇപ്പോൾ പ്രിസർവ് ചെയ്ത് വയ്ക്കുന്ന പോലെ ഇനി നമുക്കൊരു കാലഘട്ടം ഉണ്ടെങ്കിൽ എങ്ങനെ എന്താണ് അങ്ങനെ എന്തൊരു സങ്കല്പമുണ്ടോ ജീവിതത്തിൽ? എപ്പോഴെങ്കിലൊക്കെ നമുക്കിനി ഇങ്ങനെ നമുക്ക് ഇത്രയും കാലഘട്ടം ജീവിച്ചു, എല്ലാവരും പറയും നീ ഇന്നാൾ തന്നെ ആയിരിക്കണം എൻ്റെ ഒരു. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും സങ്കല്പങ്ങൾ ചേച്ചിക്ക് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ? കാരണം എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഒരു കൾച്ചറായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ഒരു വാസനാ ഗുണം പോലെ ഈ ബന്ധങ്ങളെല്ലാം ഇപ്പം നേരത്തെ പറഞ്ഞ നിയോഗം പോലെ ഒഴുകി ചേർന്ന് എവിടെയെങ്കിലൊക്കെ എത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ഏകാന്തയിലൊക്കെ അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇനിയുള്ള ശിഷ്ടകാലം കഴിഞ്ഞ് നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനങ്ങളോ ഇഷ്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? തീരുമാനമല്ല, ഏകാന്തതയും ഞാൻ ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന്, സത്യം പറഞ്ഞാൽ എൻ്റെ ചിന്ത എങ്ങനെയാണ് പോകുന്നത്, എത്രയും പെട്ടെന്ന് എനിക്കും എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ചെല്ലണമെന്ന് എൻ്റെ മനസ്സിൽ. അപ്പോൾ എൻ്റെ മക്കളെ ഇട്ടേച്ച് പോകുന്ന അല്ല ആ രീതിയിൽ ചിന്തിക്കുമല്ല, പക്ഷേ മക്കളെയൊക്കെ അപ്പം നമ്മൾ മറന്നുപോകും. ഞാൻ അപ്പോഴൊക്കെ ആലോചിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൂടെ അങ്ങ് ചെല്ലാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കും. എന്നാൽ അടുത്ത ജന്മത്തിൽ ഒന്നിച്ച് വരുന്ന ആ ഒരു ചിന്ത എനിക്ക് പോയിട്ടില്ല. എന്നാൽ ഈ ജന്മത്ത് ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങ് ചെന്നെങ്കിൽ എന്നൊരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നമ്മളെ ഒറ്റയ്ക്ക് ഇരിക്കും. ഇപ്പം മക്കളുണ്ട്, എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിലും പലതും നമുക്ക്
നമുക്ക് ആളില്ലെന്നുള്ള ഒരു ബുദ്ധിമുട്ട് പലയിടത്തും നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഈവൻ ഒന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ തന്നെ മക്കളുടെ അടുത്ത് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് സമയം കാണത്തില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതേസമയം എനിക്ക് ചേട്ടൻ ഉണ്ടെങ്കിൽ എനിക്ക് അത് ചോദിക്കണ്ടല്ലോ, പാമ്പടി എന്ന് പറയുമ്പോൾ കൂടെ ചെന്നാൽ മതി. ആ ഒരു അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവുകയുണ്ട്. അതൊരു മറ്റുള്ളവരെ കുറ്റം പറ്റിയോ ഒന്നുമല്ല, നമ്മളെ ഒറ്റപ്പെടുത്തൊന്നുമില്ല, നമുക്ക് ഇല്ലായ്മയില്ലായിട്ടല്ല. പക്ഷെ നമുക്ക് പല സന്ദർഭത്തിൽ അങ്ങനെ ഒന്നിന് പകരം വയ്ക്കാനില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിൽ പെടുന്നതാണ് നമ്മുടെ വിഷയം. എന്തായാലും ചേച്ചി ഇന്ന് ഓർമ്മകൾ പങ്കുവെച്ചതിനും ഇന്നും തീക്ഷ്ണമായി തന്നെ ശരിക്കും പറഞ്ഞല്ലോ 27 വർഷം ആ ഒരു ശരിക്കും കൂടെ ജീവിച്ച ആ ഒരു സ്നേഹത്തിൻ്റെ അത് മനസ്സിലാക്കാൻ സാധിച്ചതിലും നമുക്ക് ഇങ്ങനെ ഒരു അധ്യായം പങ്കുവയ്ക്കാൻ സാധിച്ചതിലൊക്കെ വളരെ സന്തോഷം. പ്രേക്ഷകരോട് ശോഭചേച്ചിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മളിന്ന് ഇവിടെ തൽക്കാലം ഇവിടെ പറയുകയാണ്. ഇനി മറ്റൊരു അധ്യായത്തിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്തേ. ഇവിടെ ഇവർ ഒന്നിച്ചായിരുന്നു ഒരുപാട് കാലം. ഇപ്പോൾ ഈ ഇരുണ്ട ആകാശത്തിന് കീഴിൽ ഒരാൾ തനിയെ ദൂരെ മറഞ്ഞ തൻ്റെ പ്രണയത്തെ മായാതെ മനസ്സിലോർത്ത് ഇന്നും ഒരാളിവിടെ അനശ്വര പ്രണയത്തിൻ്റെ പ്രതീകമായി. പടവിൽ ഞാനിരിപ്പോ മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വീശിയാലോ ഉലയും ഒരോളം പോൽ ഞാനിരിപ്പൂ